JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ദിവസമാണ്. ഒന്നാം സമ്മാനം പറഞ്ഞിരിക്കുന്നത് 20 കോടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയ സമ്മാനമോ ചെറിയ സമ്മാനമോ ഏതെങ്കിലും സമ്മാനം ലഭിക്കാൻ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ? ആ ഭാഗ്യവാൻ ആരായിരിക്കും? അതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാം. ചില വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ചില നക്ഷത്രത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇവർ വീട്ടിലുണ്ടോ എങ്കിൽ ഈ മാസം 5-ാം തീയതി നിങ്ങൾ രക്ഷപ്പെട്ടു, കോടീശ്വര യോഗമാണ് എന്നൊക്കെ പറയുന്ന തട്ടിപ്പൊന്നും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ മറ്റു ചിലർ സൂചിപ്പിക്കാറുണ്ട്, രാവിലെ 6 മണി മുതൽ 7 ജ്യോത്സ്യന്മാർ 5 മണിക്കൂർ സമയം അഷ്ടമംഗല പ്രശ്നം നടത്തിയപ്പോൾ ഒരിക്കലും തെറ്റാത്ത ഫലപ്രവചനവും അതുപോലെ ഫലവും കണ്ടെത്തി സൂക്ഷ്മമായ ഗണിതത്തിൽ കൃത്യമായ ഫലമാണ്, അതൊരിക്കലും തെറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അസ്ട്രോളജിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. അതുപോലെ മറ്റു ചിലർ പറയാറുണ്ട്, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ പൂജ നടത്തുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പേരും നക്ഷത്രവും പറഞ്ഞാൽ നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ. ഇത്തരം വീഡിയോയിൽ ആരാണ് പറയുന്നത് എന്ന് വ്യക്തമായി മുഖം കാണിക്കുക. അതുപോലെ അഷ്ടമംഗല പ്രശ്നമായാലും പൂജയായാലും അതിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തി നമ്മളെ കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു വിശ്വാസ്യത വരുന്നത്. അതുപോലെ തന്നെ പല വിദ്വാൻമാരും കമൻറ്റ് ഓഫ് ചെയ്തിട്ടിട്ടാണ് പലതും പറയുന്നത്. ഞാൻ കമൻറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്ന്. ഓരോ കമൻറ്റിനും അർഹിക്കുന്ന വിധത്തിൽ മറുപടി പറയാനുള്ള ധൈര്യവും അസ്ട്രോളജിയിൽ അതിനിതൊക്കെ വിവരവും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ പറയാൻ പറ്റും. ഇനി ഈ അഷ്ടമംഗല പ്രശ്നം എന്താണെന്നറിയാൻ പാടില്ലാത്തവരാണ് കൂടുതലും അതങ്ങ് വിശ്വസിക്കുന്നത്. 6 ആരൂഢത്തെക്കുറിച്ച് അതിൻ്റെ ഗുണവും ദോഷവും വിശദീകരിക്കുന്ന പ്രശ്നമാണ് ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത്. 6 ആരൂഢം എന്ന് പറയുന്നത് ആരൂഢ രാശി, ഉദയലഗ്ന രാശി, ഉദയത്തിൻ്റെ നവാംശക രാശി. ഈ ഉദയം എന്ന് പറയുന്നത് ഏത് സമയത്താണോ സ്വർണം വയ്ക്കുന്നത് അല്ലെങ്കിൽ താമ്പൂലം വയ്ക്കുന്നത് ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ ഉദയലഗ്നമെന്നും അതുപോലെ ഉദയ നവാംശകമെന്നും ഒക്കെ പറയുന്നത്. ഛത്രരാശി, സ്പൃഷ്ടാംഗരാശി, ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതിനെ ചന്ദ്രരാശി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 6 രാശിയുടെ ഫലങ്ങൾ അത് ഗുണമായാലും ദോഷമായാലും പറയുന്നതാണ് അഷ്ടമംഗല പ്രശ്നം. അതിന് 3 വിളക്ക് വയ്ക്കും. അതുപോലെ തന്നെ അഷ്ടമംഗലം ഒരുക്കി വെച്ചാണ് അതിന് പൂജയൊക്കെ നടത്തുന്നത്. രാശി പൂജയും ഗ്രഹപൂജയൊക്കെ നടത്തിയാണ് ഈ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. അതിനാണ് ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പേര് തന്നെ വന്നത്. അഷ്ടമംഗലമൊക്കെ ഒരുക്കി വയ്ക്കും. സാധാരണയായിട്ട് അഷ്ടമംഗല പ്രശ്നം ഈ കുറേ കാലമായിട്ട് നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ 3-4 ദിവസം കൊണ്ട് ഏതെങ്കിലും ജ്യോത്സ്യന്മാരും അതുപോലെ 2 വിഭാഗവും കാണും. ഇത് കേൾക്കാനും ഇത് ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനും. അത് അങ്ങനെ 2ആയിട്ട് തിരിഞ്ഞ് പറയുന്ന ആളും കേൾക്കുന്ന ആളും എന്ന രീതിയിൽ 3, 4, 5 ജ്യോത്സ്യന്മാർ ഗ്രൂപ്പായിട്ടിരുന്നാണ് ഈ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. ഈ ജ്യോതിഷം എന്ന് പറയുന്നതിന് 6 ഭാഗമുണ്ട്. ഈ 6 ഭാഗം എന്ന് പറയുന്നതിൽ ആദ്യത്തേത് ഗോളം എന്ന് പറയും. ഗോളം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിൽക്കുന്ന സ്ഥാനം, അതിൻ്റെ സഞ്ചാരം, അതിനെ സംബന്ധിച്ചുള്ള പഠനം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ അസ്ട്രോണമി തന്നെയാണ്. ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കുറിച്ചുള്ള പഠനമാണ്. രണ്ടാമത്തേത് ഗണിതം. ഗണിതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സഞ്ചാരം, അവസ്ഥ, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഗണിതശാസ്ത്രപരമായി എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിനെല്ലാം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിക്കുന്ന A+B² അല്ലെങ്കിൽ A-B² സൈനെ കോസറ്റാന് ഇങ്ങനെയുള്ളതൊന്നുമല്ല. പണ്ടത്തെ ശ്ലോക രൂപത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഗോളവും ഗണിതവും കഴിഞ്ഞാൽ പിന്നീടുള്ളത് ജാതകമാണ്. ജാതകം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആളിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അടുത്തത് മുഹൂർത്തമാണ്. ഏതൊരു ശുഭകാര്യം ചെയ്യുന്നതിനും ഏറ്റവും നല്ല സമയം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതിന് ഈ ഗോളവും ഗണിതവും ഒക്കെ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മുഹൂർത്തം. അത് കഴിഞ്ഞാൽ പിന്നെ നിമിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച്
ഉള്ള വിവരങ്ങൾ നമ്മൾ ആരായുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ അന്നേരം പ്രകൃതിയിൽ കാണുന്ന അവസ്ഥ എന്താണ്, കാണുന്ന കാഴ്ച എന്താണ്, കേൾക്കുന്ന ശബ്ദം എന്താണ്, പ്രകൃതിയുടെ സ്വഭാവം എന്താണ്, ഇതൊക്കെയാണ് അടുത്തതാണ് പ്രശ്നം. അപ്പോൾ ഈ നിമിത്തവും അറിയണം, അതുപോലെ തന്നെ ഗ്രഹം, ഗോളം, ഗണിതം, നിമിത്തം ഇതെല്ലാം അറിഞ്ഞെങ്കിൽ പ്രശ്നം പറയാൻ പറ്റും. പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നചിന്ത എന്ന് പറയുന്നത് സാധാരണ ജാതകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് മനുഷ്യൻ്റെ ആയാലും ജാതകം അതിൻ്റെ രീതി ഒന്ന് തന്നെയാണ്. അതിപ്പം പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ജനനസമയത്തെ അടിസ്ഥാനമാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ഒരേ രീതി തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പ്രശ്നചിന്തയിൽ അങ്ങനെയല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്, അതെല്ലാം തന്നെ വ്യത്യസ്തവുമാണ്. കാരണം ഒരു രീതിയിൽ മറ്റൊന്നിൻ്റെ ഫലം പറയാൻ ഒട്ടും പറ്റത്തുമില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ 6 ആരൂഢങ്ങളെ കൊണ്ട് ഫലം പറയുന്നത് പോലെ തന്നെ പ്രശ്നത്തിന് ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരുക്കി നിർത്തിയിരിക്കും സ്വർണം വയ്ക്കാൻ. അതിന് സ്വർണ്ണരാശി എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണം വയ്ക്കുന്ന ആ രാശിയുടെ ഫലം, അതുപോലെ അതിന് സ്വർണ്ണാരൂഢം എന്ന് പറയും. അതുപോലെ കുറച്ച് വെറ്റില എടുത്ത് ഏതെങ്കിലും ഒരു രാശിയിൽ വയ്ക്കാൻ പറയും, അതിനെ താമ്പൂലാരൂഢം എന്ന് പറയും. അതുപോലെ തന്നെ ഈ സ്വർണം വയ്ക്കാൻ വന്ന് കുട്ടി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സ്വഭാവം അതൊക്കെ നിമിത്തത്തിൽ വരും. അതുപോലെ അവിടെ പറയുന്ന കാര്യങ്ങൾ, ആരെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അതിൻ്റെ നിമിത്തമായിട്ട് വരും. അതുപോലെ പ്രശ്ന സ്ഥലത്ത് ആ സമയത്ത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഏത് സാധനമാണോ അതിൻ്റെ ഫലം പറയണം. പിന്നെ ആ കുട്ടി സ്വർണം വെച്ചതിന് ശേഷം ഏത് ഭാഗത്തേക്കാണ് പോയത്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് സ്പർശിച്ചത്, ഇതെല്ലാം നോക്കണം. അതുപോലെ ആ സമയത്തെ ഗ്രഹനില, നവാംശം, അതുപോലെ പഞ്ചമഹാസൂത്രങ്ങൾ, അഷ്ടമംഗല സംഖ്യ, ഇങ്ങനെയെല്ലാം നോക്കി 12 രാശിയുടെയും ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. അതുപോലെ ജ്യോത്സ്യനെ കാണാൻ ആദ്യമായിട്ട് ഒരാൾ ചെല്ലുമല്ലോ, ഞങ്ങൾക്കൊരു പ്രശ്നം വയ്ക്കണം എന്നും പറഞ്ഞ് ഒരു ദിവസം ചെന്ന് പുള്ളിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണല്ലോ ഒരു ദിവസം നിശ്ചയിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് പോകുമ്പോൾ ഈ ജ്യോത്സ്യൻ്റെ അടുക്കൽ വരുന്നയാൾ, അതിന് പൃച്ഛകൻ എന്നാണ് പറയുന്നത്, വരുന്നയാൾ ദൂതനോ പൃച്ഛകനോ ആരായാലും അവരുടെ ആവശ്യം പറയുമ്പോൾ ആ വാചകം എന്താണ് എന്നുള്ളതും അവരുടെ സ്പർശനം, നോട്ടം എന്നുള്ളതൊക്കെ എങ്ങനെയാണെന്നും അപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും ആ സമയത്തെ ഗ്രഹനില എന്താണെന്നും ആദ്യം പറഞ്ഞ അക്ഷരം എന്താണ്, ഇതെല്ലാം നോക്കിയാണ് ഈ 3-4 ദിവസം ഇതിൻ്റെ എല്ലാം ഗുണവും ദോഷവും പറയുന്നതാണ് ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് അഷ്ടമംഗല പ്രശ്നം ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ദേവപ്രശ്നമായിട്ടാണ് നടത്തുന്നത് എങ്കിലും ഓരോന്നിൻ്റെയും ഫലം വ്യത്യസ്തമായിട്ട് പറയുന്ന ഒരുപാട് പ്രശ്ന ചിന്താ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സന്താന പ്രശ്നം, കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വിവാഹ പ്രശ്നം, വിവാഹത്തെ സംബന്ധിക്കുന്ന രോഗ, അതെന്താണെന്ന് മനസ്സിലാക്കി കാണും. മൃഗയ പ്രശ്നം, രാജാവ് നായാട്ടിന് പോകുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് മുമ്പേ ചോദിക്കുന്ന കാര്യം. അതുപോലെ യുദ്ധപ്രശ്നം, ഏതെങ്കിലും ഒരു രാജ്യത്തെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോൾ യുദ്ധത്തിന് പോകണം, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ചില ആൾക്കാർ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യും. അതായത് ഓർക്കാപ്പുറത്തുള്ള യുദ്ധമായിരിക്കും. അപ്പോഴും ഉള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നതിനാണ് ഈ യുദ്ധപ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഭോജന പ്രശ്നം, ഞാൻ ഒരിടത്ത് പോയി കുറച്ച് ഭക്ഷണം കഴിച്ചു, അതെന്താണെന്ന് പറയും എന്ന് പറയുന്നത്. അതുപോലെ ചോര പ്രശ്നം, കള്ളന്മാരുടെ സ്ഥിതി, വർഷപ്രശ്നം, അതായത് മഴയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സുരത പ്രശ്നം, ലൈംഗികമായ ബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യം, ദേവപ്രശ്നം, അത് ദേവനെയും ക്ഷേത്രത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യത്യസ്തവും ഓരോന്നും ഓരോ രീതിയിൽ പറയേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊന്നും തമ്മിൽ പരസ്പരം ഫലത്തിൽ സാമ്യമൊന്നുമില്ല. ഇപ്പോൾ ലഗ്നത്തിൽ ഒരു ഗ്രഹം നിന്നാൽ ദേവപ്രശ്നത്തിൽ എന്താണ് അതായിരിക്കത്തില്ല ഭോജന പ്രശ്നത്തിൽ, അതായിരിക്കത്തില്ല രോഗപ്രശ്നത്തിൽ. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിൽ വളരെയേറെ വിശദമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം എന്ന വിഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റൂ. അല്ലാതെ കുറച്ച് കവടി എടുത്ത് കാണിച്ചതുകൊണ്ട് അത് വലിയ പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ജ്യോതിഷിയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നവരെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല എന്നുള്ള 5, 6, 7 ജ്യോത്സ്യന്മാർ അഷ്ടമംഗല പ്രശ്നം വെച്ച് പറഞ്ഞ ഫലമാണ് പറയുന്നത് എങ്കിൽ എന്തുകൊണ്ട് ആ അഷ്ടമംഗല പ്രശ്നം ഒന്ന് കാണിച്ചുകൂടാ വീഡിയോയിൽ? അതുപോലെ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൂജ എന്തുകൊണ്ട് കാണിച്ചുകൂടാ? അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിവില്ലായ്മയാണ് മുതലെടുക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് അറിയത്തില്ല ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ. അതുകൊണ്ട് തന്നെയാണ്
ഈ വീഡിയോ അറിവിന് വേണ്ടിയുള്ളതാണ്, തെറ്റിദ്ധരിപ്പിക്കാനുള്ളതല്ല എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ലോട്ടറിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഈ ദിവസം, അതായത് ഫെബ്രുവരി 5-ാം തീയതിയുള്ള ലോട്ടറിയുടെ ഫലം അത് എങ്ങനെയായിരിക്കാം അസ്ട്രോളജിയിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നു. ഊഹം മാത്രമാണ്, കൃത്യതയൊന്നുമല്ല. സാധ്യത എങ്ങനെയായിരിക്കും എന്ന് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ചിലർ എന്നോട് ചോദിച്ചു. കാരണം ഈ ലോട്ടറി അടിക്കും എന്നൊക്കെ ചിലർ പറയുന്നല്ലോ, ഇതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ അവരൊക്കെ ഈ ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവരും ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 6 രാശിക്കാർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അസ്ട്രോളജി ഒരു നല്ല ശാസ്ത്രമാണ്. വേദങ്ങളുടെ കണ്ണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു സഹായിയാണ് ജ്യോതിഷം. അറിവില്ലായ്മ കൊണ്ട് ഇതിൻ്റെ പേരിൽ പല ചൂഷണവും നടക്കുന്നുമുണ്ട്. ഇവിടെ പറയുന്ന ലഗ്നക്കാരും രാശിക്കാരും ധാരാളം പേരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജാതകത്തിലും ദശാപഹാരത്തിലും ഇപ്പോൾ നല്ല സമയം, ഈ ഫെബ്രുവരി മാസത്തിൽ നല്ല സമയം ഉള്ളവർക്ക് മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കുക. കാരണം ഏതെങ്കിലും ഒരു നക്ഷത്രമോ രാശിയോ നമ്മൾ വിചാരിക്കുമ്പോൾ, ഒരു ലഗ്നമോ വിചാരിക്കുമ്പോൾ, ആ ലഗ്നത്തിലും ആ രാശിയിലും ആ നക്ഷത്രത്തിലും ജനിച്ച അനേകം പേര് കാണും. ഇവർക്കെല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത് ലഭിക്കാൻ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാധ്യതയാണ്. പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗ്യവും കൂടിയാണ് ഈ ലോട്ടറിയെ സംബന്ധിച്ച്. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ലോട്ടറി 400 രൂപ കൊടുത്ത് ലോട്ടറി എടുക്കണമെന്നോ നിങ്ങൾക്ക് 20 കോടി രൂപ കിട്ടും എന്നുള്ള ഒരു ധാരണയോ അല്ല. ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങളുമായിട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 20 കോടി ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ലോട്ടറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് മകരം 23-ാം തീയതി ബുധനാഴ്ചയാണ്. ഏകദേശം 2:40 വരെ ഉച്ചയ്ക്ക് ഇടവം രാശിയാണ് വരുന്നത്. ഈ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് സമയം 2 മണിയെന്ന്. അതുകൊണ്ട് 2 മണി കഴിഞ്ഞുള്ള ഒരു സമയം, 2:05 ആണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2:40 വരെ ഇടവൻ രാശിയാണ്. ഈ ദിവസവും സമയവും അനുസരിച്ച് ലഭിക്കുന്ന ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഏത് രാശിക്കായിരിക്കാം ഭാഗ്യം ലഭിക്കുക എന്നൊരു സൂചന മാത്രമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച ഭരണി നക്ഷത്രവും വെളുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയും സിംഹകരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ ദിവസമാണ്. ഇടവം ലഗ്നത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അതായത് ഈ 2:40 മുമ്പ് നറുക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ 2 മണിക്ക് ശേഷം, അങ്ങനെയാണെങ്കിലാണ് ഈ ലഗ്നം വരിക. പിന്നെ ഇതിൻ്റെ ഗ്രഹനിലയും നവാംശവും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഇതിൽ തന്നെ പഠിക്കുന്നവർക്ക് വേണ്ടി ഇട്ടുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഇതനുസരിച്ച് നോക്കുമ്പോൾ 6 രാശിക്കാരിൽ ഇതനുസരിച്ച് നോക്കുമ്പോൾ 1-ാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവ ലഗ്നക്കാരാണ്. ഇടവത്തിന് ലഗ്നാധിപൻ 11-ൽ ശുക്രനാണ് ലഗ്നാധിപൻ ഇടവത്തിൻ്റെ. അപ്പോൾ അത് 11-ലും 11-ാം ഭാവാധിപൻ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ 2-ാം ഭാവത്തിൽ 7-ാം ഭാവാധിപനായി ചൊവ്വായി നിൽക്കുന്നു. ചൊവ്വ ലഗ്നത്തിൽ നവാംശം ചെയ്താണ് നിൽക്കുന്നത്. 10-ലെ ശനി മൂലക്ഷേത്രത്തിൽ നിന്ന് ലഗ്നത്തിൽ അംശം ചെയ്ത് നിൽപ്പുണ്ട്. 2-ാം ഭാവാധിപൻ ബുധൻ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇടവ ലഗ്നത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഈ ഓരോന്നും പറയുമ്പോൾ ലഗ്നമാണോ രാശിയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കും അതുപോലെ തന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക്, രാശിക്കൂറുകാർക്കും അതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അസ്ട്രോളജിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. ലഗ്നത്തിനാണ് ബലമെങ്കിൽ ലഗ്നത്തെ കൊണ്ടും, ചന്ദ്രനാണ് അധിക ബലമെങ്കിൽ ചന്ദ്രനെ കൊണ്ടും, 2-നും ബലമുണ്ടെങ്കിൽ 2 രീതിയിലും സമന്വയിപ്പിച്ചും ഫലം പറയണം എന്ന്. ചന്ദ്രനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏതൊരു സമയത്തെ അടിസ്ഥാനമാക്കി നമ്മളൊരു ജാതകം എഴുതുമ്പോഴും അവരുടെ നക്ഷത്ര ദശാകാലം കണ്ടുപിടിക്കുന്നത് ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് തന്നെയാണ്. ചന്ദ്രൻ നിൽക്കുന്ന നാളിലാണല്ലോ 2.25 നക്ഷത്രം വരുന്നത്.
ആ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരുടെ ശിഷ്ടദശാകാലവും തുടർന്ന് അങ്ങോട്ടുള്ള ദശാകാലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ രാശി എന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിക്ക് 2ാം ഭാവാധിപൻ ചന്ദ്രൻ മധ്യബലവാനാണ്. കാരണം ഇവിടെ ധനത്തെ സംബന്ധിക്കുമ്പോൾ 2ാം ഭാവം, അതുപോലെ 9ാം ഭാവം, 11ാം ഭാവം, 7ാം ഭാവം, 5ാം ഭാവം, ലഗ്നം, ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. പ്രധാനമായും 2, 11 ഭാവങ്ങളൊക്കെയാണ് ധനത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ 2ാം ഭാവാധിപൻ മിഥുന ലഗ്നത്തിന് ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ വെളുത്തപക്ഷ അഷ്ടമി എന്ന് പറയുമ്പോൾ മധ്യബലവാനാണ്. 11-ൽ അപ്പം മധ്യബലവാനായ 2ാം ഭാവാധിപനായ ചന്ദ്രൻ ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടൻ രാശിയാണ്. അപ്പോൾ 11ാം ഭാവത്തിലാണ്. ഇനി 11ാം ഭാവാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ മേടത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അത് ലഗ്നത്തിലാണ് നിൽക്കുന്നത്. 10ാം ഭാവാധിപൻ വ്യാഴമാണ്. ലഗ്നാധിപൻ ബുധൻ. ഇവരൊക്കെ മിഥുനത്തിൽ ലഗ്നത്തിൽ നവാംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. 9ാം ഭാവാധിപൻ ശനി 9-ൽ തന്നെ നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ സ്ഥിതി 12-ലായതുകൊണ്ട്, കാരണം മിഥുന ലഗ്നക്കാർക്ക് 12-ലാണല്ലോ വ്യാഴം. അതുകൊണ്ട് തന്നെ 1ാം സമ്മാനം കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വരാം. ഇനി 3ാമതായിട്ട് കർക്കിടകൻ രാശിക്കാർ. 2ാം ഭാവാധിപൻ സൂര്യൻ 7ാം ഭാവത്തിലാണ്. 4, 11 ഭാവാധിപനായ ശുക്രൻ 9ാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിയിൽ ശുക്രന് നവാംശകവും. അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ 2ാം ഭാവവും 2ാം ഭാവാധിപൻ സൂര്യനുമാണ്. 2ാം ഭാവാധിപനായ സൂര്യൻ കർക്കിടകത്തിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞത്. 9ാം ഭാവാധിപൻ വ്യാഴം 11-ൽ. ഇതും ഒരു സാധ്യതയുള്ള കാര്യമാണ്. 9ാം ഭാവാധിപൻ 11-ൽ വരിക എന്ന് പറയുന്നത് ഒരു ലാഭസ്ഥാനമാണ്. 10ാം ഭാവാധിപൻ 12-ലാണ്. അതുകൊണ്ട് തന്നെ 10ാം ഭാവാധിപൻ 12-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ വലിയ സമ്മാനമൊന്നും ഇതിനും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഏതെങ്കിലും സമ്മാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ലഗ്നാധിപൻ ബുധനാണ്. അത് 10-ൽ മിഥുനത്തിൽ അംശകം ചെയ്താണ് നിൽക്കുന്നത്. 4, 7 ഭാവാധിപനായ വ്യാഴം 9-ൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. 9ാം ഭാവമായി വ്യാഴത്തിനോടൊപ്പം 6ാം ഭാവാധിപനായ ശനിയും അഷ്ടമാധിപനായ ചൊവ്വയും നവാംശകം ചെയ്യുന്നത് വ്യാഴം ഉള്ളത് കൊണ്ട് ദോഷം കുറയും. എന്നാൽ 10-ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ബുധനും വ്യാഴവും നവാംശകവും ചെയ്യുന്നു. 9ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചത്തിലാണ്. 2ാം ഭാവാധിപത്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തരക്കേടില്ലാത്ത ഒരു സമ്മാനം ലഭിക്കാം. വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ 2ാം ഭാവാധിപനാണ് വ്യാഴം. അത് 7-ൽ നിൽക്കുന്നുണ്ട്. 7ാം ഭാവാധിപനായ ശുക്രൻ 5ാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. 3-ൽ സൂര്യൻ 3-ലാണ്. ഇത് ധനലാഭയോഗമാണെങ്കിലും ലഗ്നാധിപൻ ചൊവ്വ 8ാം ഭാവത്തിൽ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. അവിടെ ബുധനും വ്യാഴവും നവാംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. ലഗ്നാധിപനായ ചൊവ്വയും ശനിയും 7-ൽ ഇടവൻ രാശിയിലും നവാംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. 20 കോടിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇവർക്ക് അത്ര മോശമല്ലാത്ത ഒരു തുക കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നാധിപൻ മൂലക്ഷേത്രത്തിലാണ്. അതായത് കുംഭൻ രാശിയുടെ ലഗ്നാധിപൻ ശനിയാണ്. അത് മൂലക്ഷേത്രത്തിൽ കുംഭത്തിൽ തന്നെ നിൽക്കുന്നു. 2-ൽ മീനത്തിൽ കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു. അതായത് മീനൻ രാശി ശുക്രൻ ഉച്ചമാണല്ലോ. 2ാം ഭാവാധിപൻ വ്യാഴം 4ാം ഭാവത്തിൽ ഇടവത്തിലും. അതായത് 2ാം ഭാവാധിപൻ 4-ലും 4ാം ഭാവാധിപൻ 2-ലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രം മാറി നിൽക്കുക. ലഗ്നാധിപൻ 4-ൽ നവാംശകം ചെയ്തിരിക്കുന്നു. 10ാം ഭാവാധിപൻ ചൊവ്വ 4-ൽ വ്യാഴത്തോടും ശനിയോടും ഒപ്പം ഇടവത്തിൽ നവാംശകം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതും സാമ്പത്തിക ലാഭം ലഭിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ 6 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ, എടുക്കണം എന്നല്ല, എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ 6 രാശിക്കാരെന്ന് പറഞ്ഞാൽ ഇടവം, മിഥുനം, കർക്കിടകം, കന്നി, വൃശ്ചികം, കുംഭം, ഈ 6 രാശി ലഗ്നമായിട്ട് ജനിച്ചവരും
അതുപോലെ തന്നെ ചന്ദ്രന് ബലവും ദശാപഹാരകാലവും അനുകൂലമായിട്ടുള്ളവർ ഈ രാശിയിലൊക്കെ ജനിച്ച നക്ഷത്രക്കാർക്കും സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണി നക്ഷത്ര ദിവസമായതുകൊണ്ട് അവർക്കും ചില സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ ഇത് ധനപരമായ കാര്യങ്ങൾ നമ്മുടെ ഗ്രഹനില അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി അനുസരിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ജ്യോതിഷമാണ്, ഇതൊരു ശാസ്ത്രമാണ്. ഇതിൻ്റെ ആ നല്ല വശങ്ങളെ മനസ്സിലാക്കി ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീഡിയോയ്ക്ക് ശേഷം, അതായത് ഫെബ്രുവരി 5-ന് ശേഷം ആർക്കെങ്കിലും സമ്മാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നക്ഷത്രം ഏതാണെന്ന് കൂടി അറിയിച്ചാൽ ഇതിനകത്തിൽ എത്രമാത്രം ശരി വരും അല്ലെങ്കിൽ തെറ്റ് വരും, എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ ഉപകരിക്കും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പിന്നീട് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. നന്ദി, നമസ്കാരം.